ഹലോ എവരിവൺ, അപ്പോൾ വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് കോൺസെപ്റ്റ് പറയണം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഞാൻ പറയുകയാണെങ്കിൽ ടീനേജ് ടൈമിൽ നമുക്ക് എന്താ പറയുക, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അത്ര ഡെവലപ്ഡ് അല്ല, അറിയാലോ, സ്റ്റിൽ ഡെവലപ്പിംഗ്. അതൊരു 23-25 ആ ഒരു ടൈം ലൈനിൽ ഒരു യുവാവായ ടൈമിലായിരിക്കും ഇതൊക്കെ സെറ്റപ്പായി വരിക. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇമോഷൻസ് ഈസ് വെരി ഹൈ, വെരി സെൻസിറ്റീവ്. നമ്മുടെ അമിഗ്ഡാലൊക്കെ വെരി ആക്റ്റീവാണ്. അതായത് ഇതൊക്കെ അറിയാലോ, നമ്മുടെ ബ്രെയിൻ സയൻസ് ആണ്, ന്യൂറോ സയൻസ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും, സയൻസ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്നതും മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മളിപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചാലും നമ്മളിപ്പോൾ എന്തെങ്കിലും അഡിക്ഷനിൽ പെട്ടാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ എല്ലാവർക്കും കോമൺ ആണ്. ഓക്കെ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഈവൻ ഇപ്പം ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് ഇറ്റ്സ് വെരി അറ്റാച്ച്ഡ് ടു യു. അത് മനസ്സിലായത്. നിങ്ങളുമായിട്ട് ഒരുപാടധികം ആഴത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻ അത്രയും അത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇമോഷൻസ് ആണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഇത് വളരെയധികം പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കോൺസെപ്റ്റ്. സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഇതൊരു സ്കില്ലാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തേ പോലെ, ഇത് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അതേപോലെയൊക്കെ തന്നെ ഒരു സ്കില്ലാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അപ്പോഴേ ഇത് കാര്യത്തിൽ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന സമയത്ത് ഇതിന് സയൻസിൽ മെറ്റാകോഗ്നിഷൻ എന്നാണ് പറയുന്നത്. ബട്ട് സയൻസിന് ഇപ്പോഴും ഈ ഒരു സ്കില്ലിനെ കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു സ്കില്ല് ഒരുപക്ഷെ സയൻസ് പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് ഇൻ മൈ ടേംസ് ഞാൻ ആ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. സയൻസ് ഒരു പക്ഷേ ഇതിന് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നുണ്ടാവും, പക്ഷേ ഹൗ ടു യൂസ് മെറ്റാകോഗ്നിഷൻ എഫക്റ്റീവ്ലി, അതാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം, അത് നമ്മൾ വിചാരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്തോ കോടതിയിൽ ജഡ്ജിന് മുന്നിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യണോ, അല്ലെങ്കിൽ സ്കൂളിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ക്രിട്ടിക്കൽ തിങ്ക് ചെയ്യണോ, അല്ലെങ്കിൽ രണ്ട് ഇൻവെസ്റ്റിഗേറ്റർ, രണ്ട് പോലീസന്മാർ തമ്മിൽ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം. അതൊന്നുമല്ല. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ ഇൻസൈഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അതിനിപ്പോൾ എന്താ പറയുക, മലയാളത്തിൽ വിമർശനാത്മക ചിന്ത. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്ന മറ്റന്നാൾ വാലൻറ്റൈൻസ് ഡേ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ജസ്റ്റ് യൂസ് ഫോർ ദിസ്. നമ്മളിത് ഈ ഒരു കാര്യങ്ങൾക്കൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കുന്നു പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബോയ്ക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. അപ്പോൾ അവൻ തിങ്ക് ചെയ്യാണ് അവൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്, സോ എന്ത് വലിയ പ്രശ്നമാണ്. സോ നിങ്ങൾ ആ സമയത്ത് നിങ്ങളോട് തന്നെ ചോദിക്കുക, അല്ല എന്തിനാണ് എനിക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് എന്താ അതുകൊണ്ട് ഗുണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടൈം ഇതേപോലെ വേസ്റ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ സത്യത്തിൽ എൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കിയിട്ട് എൻ്റെ ടൈം വെറുതെ കളഞ്ഞിട്ട് എനിക്കെന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തിനാണ് അതിന് ശ്രമിക്കുന്നത്. മറ്റുള്ളൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായത് എനിക്ക് ഗേൾ ഫ്രണ്ട് വേണമെന്നുള്ള നിർബന്ധം എന്താണ്. നിങ്ങളോട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഗേൾ ഫ്രണ്ട്, എന്തിനു ഞാൻ എൻ്റെ സമയം അവിടെ പോയി കളയണം, അല്ലെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് കിട്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് എന്താ കിട്ടുന്ന ടൈമെന്ന്. ഓക്കെ, എനിക്ക് ഒരുപക്ഷെ സുഖമായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചിലപ്പോൾ മില്യണർ ആവണമെന്നുണ്ടാവും, ചിലപ്പോൾ ബില്യണർ ആവണമെന്നുണ്ടാവും, ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അതിനിപ്പോൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട വാലൻറ്റൈൻസ് ഡേക്ക് പോയി ഡയറി മിൽക്ക് കൊടുത്താൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയും അറ്റൻഷനും നമ്മുടെ സമയവും നമ്മുടെ ആ ഒരു എല്ലാം വാല്യുബിളാണ്. അതൊക്കെ എല്ലായിടത്തും പോയി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല ഭാവിയിൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു കുട്ടിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഗേളിൻ്റെ എക്സാമ്പിൾ പറയണം. ഔട്ട്സൈഡിൽ ഇപ്പോൾ ഒരു ഗേള് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെൺകുട്ടീനെ കണ്ടു. ഒരുപാട് ആൾക്കാർ ആ പെൺകുട്ടീനെ നോക്കുന്നത്, ആദ്യം ഇവളെ നോക്കിയിരുന്നു, പക്ഷേ ഇപ്പോൾ അവളെ നോക്കുന്നത്. ജസ്റ്റ് കൈൻഡ് ഓഫ് എക്സാമ്പിൾ ആട്ടോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്താ പോരെ അങ്ങനെ. അപ്പോൾ ഇതിന് പകരം അവൾക്ക് ചിന്തിക്കാം, അല്ല ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്ന ആവശ്യം, ആ പെൺകുട്ടിയും എന്നേക്കാൾ സുന്ദരിയാണ്, പക്ഷേ എനിക്ക് എന്തിനാണ് മറ്റുള്ളവരെന്നെ നോക്കണം എന്നുള്ള ഒരു ആവശ്യം എനിക്കുള്ളത്. അല്ല, മറ്റുള്ളവർ കാരണമാണ് ജീവിക്കുന്നത്. സോ നമ്മളോട് തന്നെ സ്വയം പല രീതിയിൽ ചോദിക്കണം. ഇപ്പോൾ ഒരാൾ അഡിക്ഷനാണ്, ഒരാൾ ഭയങ്കര അഡിക്റ്റഡാണ്. ലൈക്ക് ഇപ്പോൾ ജയസൂര്യയുടെ വെള്ളം എന്നുള്ളൊരു പടമല്ലേ, അതിൽ ജയസൂര്യ ഭയങ്കര കള്ളിനോട് അഡിക്റ്റഡാണ്. അപ്പോൾ ജയസൂര്യ സ്വയം ചോദിക്കാൻ തുടങ്ങുകയാണ്, അല്ല ഞാനിപ്പോൾ എന്തിനാണ് കള്ളുടിക്കുന്നത്, ഞാൻ ഇപ്പോൾ കള്ളുടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചിന്തിക്കണം, എന്ത് ഞാൻ കള്ളുടിക്കുന്നത്, ഇങ്ങനെ കള്ളുടിച്ചാൽ എനിക്ക് എന്തെങ്കിലും എനിക്ക് നന്നാവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം മാറ്റാൻ പറ്റുമോ, ഞാൻ കുറേ മടുത്തില്ല. നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കണം, സംസാരിക്കണം. അപ്പോഴേ നമ്മുടെ ആ ടൈമിൽ നമുക്ക് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ ഉണർത്താൻ പറ്റുള്ളൂ.
അല്ലാതെ നമുക്കൊരിക്കലും ഉണർത്താൻ പറ്റത്തില്ല. അതായത് നമ്മളൊക്കെ എന്താ പറയുക ഇമോഷൻസിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇമോഷൻസ് പറയുമ്പോൾ ലൈക്ക് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, അവൻ്റെ മോന്തടിച്ചാൽ പൊളിച്ചണമെന്ന് പറയും, അല്ലെങ്കിൽ അവനപ്പം ഞാൻ കൊല്ലും എന്നുള്ളൊരു ഇമോഷനാക്കാൻ. പക്ഷേ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എന്തിനാ അവനെ കൊല്ലാൻ പോണേ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ എന്താ എന്നോട് ചെയ്തത്, ഇപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് പരിഹരിച്ചാൽ. ഇപ്പോൾ ഞാൻ പറയാം, ഒരാളുടെ ഫോൺ നേരത്തെ കിട്ടി പൊട്ടിച്ചു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവനോട് ദേഷ്യപ്പെട്ടേക്കാൾ നല്ല ഇവൻ്റെ പൈസ ചോദിച്ചിട്ടല്ലേ, മനസ്സിലായി. ഇനിയിപ്പോൾ എൻ്റെ പൈസ അല്ലെങ്കിൽ ഞാൻ കാര്യം ഓൻ്റെ പെരി പറഞ്ഞല്ലേ, ഇപ്പോൾ ഓൻ്റെ പെരി പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് വഴിക്ക് ഈ കാര്യം സോൾവ് ചെയ്യാനുള്ള കാര്യം നമ്മൾ നോക്കണ്ട്. പെട്ടെന്ന് ഓൻ്റെ മോന്തക്ക് പോയി വിളിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യം ചെയ്തിട്ട് നമ്മളെ ഫോൺ തിരിച്ചിട്ടോ ഇല്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ ഈ കാര്യം മനസ്സിലാവും കോമൺ സെൻസിൽ. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കോ ഇല്ല. ഇതുപോലെ തന്നെയാണ് ഇതും. സോ ഈ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് കോൺസെപ്റ്റ് ഇറ്റ് ഈസ് ക്രിട്ടിക്കലി തിങ്കിങ് ഇൻ യുവർ മൈൻഡ്. ഇതിൻ്റെ മെറ്റാകോഗ്നിഷൻ എന്നാണ് സയൻസിൽ പറയുക. എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമ്മളോട് തന്നെ കാര്യങ്ങൾ പറയാം. പിന്നെ ഞാൻ പറയാം, സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ പല കാര്യങ്ങൾ പറയാം. ഞാനത് ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ ഇങ്ങനെ ചെയ്ത് എങ്ങനെയൊക്കെ സംഭവിക്കും, അതായിരിക്കും ഇതായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സംഭവിക്കും ഇത് സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് പോയിരിക്കണം നല്ലത് അങ്ങനെ പറയും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പറയാം. അതായത് ഞാൻ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിന് ഞാൻ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതിനെക്കുറിച്ച് ചിന്തിക്കും കൂടി വേണം. ഇപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്, ആക്ച്വലി ഞാൻ ആ വാലൻറ്റൈൻസിൻ്റെ എക്സാമ്പിൾ എടുക്കുക, വൈ നീഡ് എ ഗേൾ ഫ്രണ്ട്, എനിക്ക് എന്തുകൊണ്ടൊരു ഗേൾ ഫ്രണ്ട് വേണം, എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും, അല്ല എന്തിനാപ്പോൾ അതിൻ്റെ ആവശ്യം, അത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങാം. മനസ്സിലായോ? കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്യാരക്ടറല്ല നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ, നിങ്ങളുടെ ലൈഫല്ല നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലൈഫ്, നിങ്ങളുടെ തോട്ട്സ് അല്ല നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലൈഫ്. സോ അവന് ഗേൾ ഫ്രണ്ട് സെറ്റായി എന്ന് വെച്ചിട്ട് അത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കും? ഒരിക്കലും ബാധിക്കില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഒരു വലിയ ആളാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവനത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, നല്ലൊരു ഹാബിറ്റ് ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അവനത് ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള കഴിവുകൾ അവനുണ്ടാവില്ല. സോ ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ചില ആൾക്കാർക്ക് നന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റും, പക്ഷെ നാളെ നന്നായിട്ട് ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്ന് ചില ആൾക്കാർ കഷ്ടപ്പെടും, നാളെ അവർ നന്നായിട്ട് അടിച്ചു പൊളിക്കും. എന്താ വ്യത്യാസം? സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി ചില കാര്യങ്ങൾ ഒഴിവാക്കിയാലും അതിന് പകരം നമ്മൾ ലൈഫിൽ മറ്റ് പലതും ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ടീനേജ് ടൈമിൽ ലവിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നതിന് പകരം നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു കരിയർ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. യു സി, നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടർ അയക്കാനാണ് ഞാൻ പറയണേ. എൻ്റെ ഒരു സക്സസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ആക്ച്വലി സക്സസ്ഫുൾ ഒരു ബിസിനസ് മാൻ ആവുകയാണ്. ഞാൻ ആക്ച്വലി ഇമോഷണലി മെച്ചുവേർഡ്. എനിക്ക് എൻ്റെ സ്കിൽസ് ഞാൻ ബിൽഡ് ചെയ്തു. എൻ്റെ ഔട്ട്സൈഡിൽ ഞാൻ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററായി. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള വാല്യൂസ് ഔട്ട്സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വർക്കിനും എൻ്റെ ലൈഫിനോടിൽ ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയെ പരിചയപ്പെടും, നാച്ചുറലി അട്രാക്റ്റഡ് ആവും, സംസാരിക്കും, റിലേഷൻഷിപ്പ് അങ്ങനെ പോകും. സോ ലൈഫ് അങ്ങനെയാണ്. നമ്മളായിട്ട് ഇങ്ങനെ പോയിട്ട് ചേസ് ചെയ്യേണ്ട ആവശ്യമോ നമ്മളായിട്ട് പോയി ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ലൈഫ് അതിനെ വായിക്കാൻ നടന്നോളും, പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ സംഭവിച്ചോളും. സോ ഫസ്റ്റ് യു വാണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് നോട്ട് ചേസിങ് ഗേൾസ്, ഇറ്റ്സ് മേക്കിംഗ് യുവർ സെൽഫ്. ഞാൻ പറയാം, എൻ്റെ ടീനേജ് ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണമല്ല, ഡോണ്ട് ചേസ് ഗേൾസ്, മേക്ക് യുവർ സെൽഫ്. ഇവൻ ഞാൻ ചേസ് ചെയ്തിട്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് എന്ത് ഞാൻ ചേസ് ചെയ്യണം എന്നുള്ളത്. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു കോട്ട് പറയാൻ പറ്റിയത് തന്നെ. ഡോണ്ട് ചേസ് ഗേൾസ്, ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. അപ്പോൾ ഞാൻ ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് അറിയില്ല. സോ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആക്ച്വലി എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇനി മാറാൻ അവസരമുണ്ട്. സോ ദാറ്റ്സ് എ കോൺസെപ്റ്റ് ടു സെൽഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ യുവർ മൈൻഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനി പാർട്ട് 3 കാണാം.